മക്കളും ഉമ്മയും തമ്മിൽ ഒരുപാട് വർത്തമാനങ്ങൾ പറയും. ഉമ്മാക്കൊരു പ്രയാസം വരുമ്പോ, ഉമ്മാക്കൊരു സങ്കടം വരുമ്പോ ആ സങ്കടവും ആ കണ്ണീരുമെല്ലാം മക്കളത് കണ്ടറിഞ്ഞുകൊണ്ട് അവർ അതിന്റെ വഴികളിലൂടെ മുന്നോട്ട്. മക്കൾക്കൊരു പ്രയാസം വരുമ്പോ ഉമ്മയാണോ ആ പ്രിയപ്പെട്ട ഉമ്മ മക്കളുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സാന്ത്വനവുമാണ്. അങ്ങനെ ഉള്ള വഴികളിലൂടെ മനുഷ്യന്മാര് മുന്നോട്ട് കടന്നു പോകുമ്പോൾ രോഗിയായി കിടക്കുന്ന ഉമ്മയുടെ ചാരത്തേക്ക് മകൻ പോയിട്ട് പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ അസുഖങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരട്ടെ. ഉമ്മാക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്. അങ്ങനെ ആ അസുഖങ്ങൾ ശരീരം മുഴുവനും വ്യാപിച്ചുകൊണ്ട് കടന്നു വന്നു. മകൻ അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മ, ഞാൻ ഒരു ആലിമായ ഒരു ആബിദായ മനുഷ്യൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രോഗത്തിന് ഒരു മരുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് വലിയ രോഗത്തിന് ഒരു മരുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ ശരീരത്ത് കൊളസ്ട്രോൾ, ഷുഗറും പ്രഷറും ആകെ വിഷമാണ്. സങ്കടത്തോടെ കണ്ണുനീരോടെ പ്രിയപ്പെട്ട ഉമ്മ മകനോട് പറഞ്ഞു, പുന്നാര മോനെ, മനസ്സ് മുഴുവനും സങ്കടമാണ്, വേദനയാണ്, എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. ഉടൻ തന്നെ മകനവിടുന്ന് പ്രിയപ്പെട്ട ഉമ്മയോട് പഠിപ്പിച്ചു കൊടുത്തൊരു ഔഷധമുണ്ട്. ഉമ്മ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട കൂട്ടുകാരിൽ നിന്ന് ഞാൻ കേട്ടു. ഉമ്മ, ഒരാള് ഭക്ഷണം കഴിക്കുന്നതിന്റെ തുടക്കം ഉപ്പ് കൊണ്ടാണെങ്കിൽ, ഉപ്പ് കൊണ്ടാണ് ഒരാൾ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാൻ ആരംഭിക്കുന്നതെങ്കിൽ അല്ലാഹു 70 രോഗത്തെ അയാളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് സയ്യിദുനാ അലിയൻ കറമഹുല്ലാഹ്. സഹോദരങ്ങളെ, ഒരാൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ എന്തിനേറെ അള്ളാഹുവിന്റെ പ്രവാചകർ പോലും അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഭക്ഷണം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഉപ്പ് കൊണ്ടായിരിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പറഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഫുൾ ഉപ്പ് കൊണ്ടിട്ട് വാരി അടിക്കാനല്ലേ പറയണത്. അല്പം ഉപ്പ് കൂട്ട, ആ ഒരു കോലത്തിൽ ചെയ്യണം. ആ ഒരു കോലത്തിൽ ചെയ്യണമെന്നാലാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. അലിയാർ തങ്ങൾ പറഞ്ഞു, ഉമ്മ, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ ഉപ്പ് കൊണ്ട് ആരംഭിക്കണം. ഉമ്മ, ഒപ്പല്ല കേട്ടാ, ഉപ്പ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇൻഷാ അല്ലാഹ്, ഇനി ചില ആൾക്കാർ കേൾക്കുന്നല്ല പറയുന്നല്ലേ കേൾക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വലിയൊരു പേപ്പറും പേനുണ്ട്, അവർ 5 ഉപ്പ് എന്റെ വക, എന്നിട്ട് കഴിക്കുക. അതല്ല, ഉപ്പാണ്. ഉപ്പ് കൊണ്ടായിരിക്കണം ആരംഭിക്കേണ്ടുന്നത്. ആരാ ഇത് പഠിപ്പിക്കുന്നത്? സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ തുടക്കത്തിൽ ഉപ്പ് കൊണ്ടാണ് അവൻ ആരംഭിക്കുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവന്റെ 70ഓളം രോഗത്തിനത് ശമനമാണെന്നാണ് അള്ളാന്റെ പ്രവാചകർ പോലും പഠിപ്പിച്ച വാക്കും അതാണ്. ഉപ്പ് കൊണ്ടൊരാൾ തുടങ്ങുകയും ഉപ്പ് കൊണ്ടൊരാൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് നല്ലത് എന്നവിടുന്ന് പുണ്യനിബിധങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന അള്ളാഹു നമുക്ക് ഒരുപാട് രോഗങ്ങൾ തന്നിട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ തന്നിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പാട് തന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു അലിയാർ തങ്ങളുടെ വൈദ്യം നമ്മളൊന്ന് പഠിച്ചു നോക്കുമോ? എന്നാ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു തരുന്നതാണ് ഉമ്മ. അള്ളാഹു നമുക്ക് തരുന്നതാണ് ഉമ്മ. അങ്ങനെ മകന്റെ വാക്ക് കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ അവിടുന്ന് നല്ലതുപോലെ സന്തോഷത്തോടു കൂടിയിട്ട് അന്ന് പിറ്റേ ദിവസം ഭക്ഷണം വെച്ചു. അവിടുന്ന് ഉപ്പ് കൊണ്ട് തുടങ്ങി, ഉപ്പ് കൊണ്ട് അവസാനിപ്പിച്ചു. തന്റെ ശരീരത്തുള്ള അഴുക്ക് പിടിച്ച ബ്ലഡുകളെല്ലാം ശുദ്ധമായെന്ന് ചരിത്രം പറയുമ്പോ പടച്ചവൻ ഉപ്പ് കൊണ്ട് ആരംഭിക്കണം. അറിവല്ലേ? ഉപ്പ് കൊണ്ട് തുടങ്ങുകയും ഉപ്പ് കൊണ്ട് ആരംഭിക്കുകയും വേണം, ഇല്ലേ? അത് മാത്രവുമല്ല, അവസാനം അവിടെ നിന്ന് മകൻ അവിടെ നിന്ന് ഉമ്മ കൊടുത്തൊരു ഉപദേശം, ഉമ്മ, നിങ്ങൾക്ക് മൂത്രക്കടച്ചിലാണ്, വല്ലാത്ത സങ്കടമാണെന്ന് പറഞ്ഞല്ലോ, ഞാൻ പോയി നിങ്ങൾക്കൊരു മരുന്ന് കൊണ്ടുവരാം ഉമ്മ എന്ന് പറഞ്ഞിട്ടും മകൻ അവിടെ നിന്ന് കടന്നുപോയി. അന്ന് കൊണ്ടുവന്നത് സുബ്ഹാനല്ലാഹ് ബാർലിയാണ്. ബാർലി അറിയോ?
ബാർലി അറിയോ? എന്താ മിണ്ടാത്ത? ബാർലി അറിയില്ലേ? ബാർലി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലര് അങ്ങനത്തെ ഈ മൂത്രക്കടച്ചിന്റെ അസുഖം വന്ന അപ്പൊ മക്കളെ പറഞ്ഞിട്ട് അതിന്റെ ഇത് മേടിച്ചിട്ട് വെള്ളം ഇട്ട് കുടിക്കും അല്ലെ? എന്നാൽ ഇത് ബാർലി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിനൊരുപാട് മഹത്വങ്ങളുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നിവേദനം, വീട്ടുകാർക്ക് പനിയുണ്ടായാൽ അവ കഷായം കുടിക്കാൻ തിരുമേനി നിർദ്ദേശിക്കുമായിരുന്നു. ഇബ്നു മാജ. വീട്ടുകാർക്ക് പനി വന്നാൽ പോലും ബാർലിട്ട് വെള്ളം കുടിക്കാൻ ആരെ പഠിപ്പിക്കുന്ന? മുസ്തഫായ നബി തങ്ങൾ. മകൻ പോയിട്ട് കൊണ്ടുവന്ന് ബാർലി ഉമ്മാക്ക് അവിടെ നിന്ന് കൊടുത്തു. അല്ലാഹുവേ, തിബ്ബുൻ നബവി അവിടെ നിന്ന് പരിശോധിച്ചാൽ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. അതിന്റെ കഷായം ചുമക്കും തൊണ്ടവേദനയ്ക്കും ഫലപ്രദമാണ്. അത് മാത്രമല്ല, മൂത്രം സ്രവിപ്പിക്കുകയും ആമാശയം ശുദ്ധിയാക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ദാഹം ശമിപ്പിക്കുകയും ഉഷ്ണം കുറയ്ക്കുകയും ചെയ്യുമെന്ന് കിതാബ് തിബ്ബുൻ നബവിയിൽ അവിടെ നിന്ന് പറയുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറഞ്ഞു പോവുകയാണ്, ഉമ്മ, നമുക്കും സങ്കടമുണ്ട്, ചുമയുണ്ട്, തലവേദനയുണ്ട്, കഫക്കെട്ടുണ്ട്, അതുപോലെ മൂത്രക്കടച്ചിലുണ്ട്, അതുപോലെ തന്നെ പല പല രോഗങ്ങൾ കൊണ്ട് സങ്കടത്തിലാണ്. എന്നാൽ ബാർലി ഇട്ടുകൊണ്ടുള്ള കഷായം കുടിക്കുമോ? ഉമ്മാക്ക് മകൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തതും ബാർലിയാണ്. അങ്ങനെ ഉമ്മ അത് മേടിച്ചു കുടിക്കുമ്പോ തന്നെ ഉമ്മാക്കുണ്ടായിരുന്ന സകലമാന പനിയും ക്ഷീണവും അല്ലാഹു മാറ്റി. ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പറയാൻ, വീട്ടുകാർക്ക് പനി ഉണ്ടായാൽ ഇവ കഷായം ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ, കഷായം ഉണ്ടാക്കി കുടിക്കാൻ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നു എന്നും പറഞ്ഞ് ഇനിയിപ്പോ അൽഹംദുലില്ലാ പല ഭാഗത്തും വാദന വരുന്നേ ഫുള്ള് ബാർലിട്ട് കഷായം ഉണ്ടാക്കി വെച്ചേക്കണ്ടെങ്കിൽ ഇനി ഉണ്ടാക്കി തന്നെ ഇനിയിപ്പോ എന്തെങ്കിലും കുടിക്കാതിരിക്കൂല. ഏതായാലും അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ. അതുകൊണ്ടാണ് മകൻ അവിടെ നിന്ന് പ്രിയപ്പെട്ട ഉമ്മാക്ക് നല്ലതുപോലെ സന്തോഷം അവിടെ നിന്ന് കൊടുക്കുകയാണ്. അള്ളാഹു ഉമ്മാക്ക് കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ഔഷധം അത് ബാർലിയാണ്. പിന്നീട് അവിടെ നിന്ന് മകൻ അവിടെ നിന്ന് പ്രിയപ്പെട്ട ഉമ്മാക്ക് രോഗിയായി കിടക്കുന്ന ഉമ്മാന്റെ ചാരത്തേക്കൊന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള മറ്റൊന്നുണ്ട്. അല്ലാഹുവേ, അത് വല്ലാത്ത സന്തോഷമാണ്. ഉമ്മ എപ്പോഴും മകനോട് പറയുന്നൊരു വാക്കാണ്, മോനെ, മനക്കരുത്തില്ല, എനിക്ക് മനസ്സിന് കട്ടിയില്ല, എന്റെ ശരീരമാസകല കുഴഞ്ഞു പോയിരിക്കുകയാണ്. ഉടൻ തന്നെ അവിടുന്ന് നല്ല മനസ്സോട്, നല്ല നീയത്തോട് പ്രിയപ്പെട്ട പുന്നാര മകനോട് അവിടുന്ന് ഉമ്മ, അല്ലാഹുവേ, ഉമ്മയോട് മകൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉമ്മ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഉമ്മ, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് ഇനി അടുത്ത കൊണ്ടുവരുന്ന ഔഷധം നിങ്ങൾ കഴിക്കണം. ആദ്യം ഉമ്മാക്ക് വേറെ കൊണ്ട് കൊടുത്തു, രണ്ടാമത് പിന്നെ ബാർലി കൊണ്ട് കൊടുത്തു, മൂന്നാമത് പിന്നെ ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് അവിടുന്ന് കൊണ്ടുവന്ന് കൊടുത്തത് അത് മറ്റൊന്നുമല്ല, ഉമ്മാവ് കൊണ്ടുവന്ന് കൊടുത്തത് ആപ്പിളാണ്. അവൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മാന്റെ അരികത്തേക്ക് മകൻ അവിടെ നിന്ന് കടന്നു വന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മാക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ പുന്നാര ഉമ്മ ചെയ്യേണ്ടുന്ന അടുത്ത കാര്യം ഏതെന്നറിയുമോ? ആപ്പിൾ പഴമാണ് കൊണ്ടുവന്ന് ഉമ്മാക്ക് അവിടെ നിന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ ബേജാറാകണ്ട, എന്റെ ഉമ്മാക്ക് ശക്തിയില്ലെന്നാണോ എന്റെ ഉമ്മ പറയുന്നത്? അതുകൊണ്ട് ഉമ്മ, നിങ്ങളുടെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉമ്മ, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമോ ഉമ്മ? അത് മറ്റൊന്നുമല്ല, നബി തങ്ങൾ പറഞ്ഞു, ആപ്പിൾ ഹൃദയത്തിന് ശക്തി നൽകുകയും മനക്കരുത്ത് വർദ്ധിപ്പിക്കാനും വസ്വാസിന് ഫലപ്രദവുമാണെന്ന് അള്ളാന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
മകൻ അവിടെ നിന്ന് ഉമ്മാക്ക് ആപ്പിൾ കൊണ്ടുവന്ന് കൊടുത്തു. ഇന്ന് മുതൽ മക്കളോട് പറഞ്ഞോളി, വരുമ്പോ മോനെ വിളിച്ചിട്ട് മോനെ അബൂബക്കറെ ഒരു ആപ്പിൾ ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ മകൻ പറയും, ഇപ്പൊ എന്താ ഈ കളവിക്ക് ഈ സമയത്ത് ആപ്പിൾ കിട്ടി? മക്കളോട് പറയണം, ആപ്പിൾ മനക്കരുത്ത്. ഇന്നത്തെ ആപ്പിൾ കഴിച്ച വിഷമാണ് ഫുള്ള്. ഇന്നത്തെ ആപ്പിൾ കഴിച്ച കഴിക്കാൻ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ, ഉള്ള ബുദ്ധി കൂടെ പോയി കിട്ടും. എന്നാൽ അവിടെ നിന്ന് നബിതങ്ങൾ പഠിപ്പിച്ച ഔഷധത്തിന്റെ ഗുണങ്ങൾ അവിടെ നിന്ന് പ്രിയപ്പെട്ട മകൻ ഉമ്മയോട് ചെന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന, ഉമ്മ ഇത് ആപ്പിളാണ് ഉമ്മ, ഇത് നിങ്ങൾ കഴിക്കണേ ഉമ്മ, നിങ്ങളുടെ ഖൽബിന് ശക്തി വരട്ടെ ഉമ്മ. മകൻ അവിടെ നിന്ന് ഉമ്മാക്ക് രോഗമായി കിടക്കുന്ന ഉമ്മാന്റെ അരികത്ത് ഉമ്മ പറയുന്നു, മോനെ ആകെ സങ്കടം, മനസ്സിനൊരു കരുത്തില്ല, മനസ്സിനൊരു കരുത്തില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആപ്പിൾ ഹൃദയത്തിന് ശക്തിയും മനക്കരുത്ത് വർദ്ധിക്കാനും വസ്വാസിന് ഫലപ്രദമാണെന്ന് കിതാബ് തിബ്ബുൻ നബവിയിൽ. അള്ളാഹുവേ, ആപ്പിൾ കഴിക്കുന്നത് സ്ട്രോക്കിനെ പ്രതിരോധിക്കാനും ശരീരത്തിലെ LDL കൊളസ്ട്രോൾ കുറയ്ക്കാനും അത് സഹായിക്കുന്ന ഒന്നാണ്. അള്ളാഹിന്റെ പ്രവാചകർ ഒന്നും കാണാതെ പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു പോയി, ആപ്പിൾ കഴിച്ചോ, നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ വസ്വാസുകളും എല്ലാം മാറ്റി നിങ്ങളുടെ ഖൽബിന് അല്ലാഹു ശക്തി തരട്ടെ. ആപ്പിൾ കഴിച്ചോളാം. ഇന്നിപ്പോ നമ്മൾ ആപ്പിൾ പോയിട്ട് മുന്തിരിങ്കിലും മേടിച്ച് കഴിക്കും. കാരണം ആപ്പിളിന് ഓരോ ദിവസം വില കൂടാണ്. എല്ലാവരും സങ്കടത്തിൽ, എല്ലാവരും ദുഃഖത്തിലൊക്കെ. ഈ സങ്കടത്തിന്റെ ഈ ദുഃഖത്തിന്റെ ഇടയ്ക്ക് എവിടെ പോയിട്ട് ഇപ്പം ആപ്പിൾ മേടിക്കുക? പൊന്നാരമ്മമാരെ, സഹോദരന്മാരെ, നിങ്ങൾ അങ്ങനെ ചെയ്തു പോയാൽ നിങ്ങളുടെ രോഗത്തിന് അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്, നിങ്ങളുടെ രോഗത്തിന് വല്ലാത്തൊരു ആനന്ദമാണ്. അതുകൊണ്ട് നിങ്ങൾ കടിച്ചുകൊണ്ട് കടന്നു വരണമെന്നാണ്. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കട്ടെ. ദിവസവും ആപ്പിൾ കഴിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഡോക്ടറെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. പല രോഗങ്ങൾക്കും ഒരു ശമനമാണ് ആപ്പിൾ എന്ന് പറയുന്നത്. അതിനാണ് ഈ ഭക്ഷണം കഴിച്ചിട്ട് ചില വീടുകളിൽ ആപ്പിൾ കഷ്ണം കഷ്ണമായി കൊണ്ടുവച്ച് കൊടുക്കാറുണ്ട്. വെറുതെ മേടിച്ച് തന്ന ആൾക്കാർ കഴിക്കും, അത് വേറെ കാര്യമാണ്. ആപ്പിൾ മേടിച്ചു കൊടുത്താൽ, മക്കൾക്ക് മേടിച്ചു കൊടുത്താൽ പഠനത്തിന് പോലും അത് നല്ലതാണ്. ഉമ്മാക്ക് മകൻ കൊണ്ടുവന്ന് കൊടുത്തത് ആപ്പിളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിച്ച ഈ 3 കാര്യങ്ങൾ ഉമ്മാക്ക് മകൻ ചെയ്ത ഉപദേശമാണ്. അപ്പൊ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അവനിക്ക് മാരകമായ രോഗങ്ങളില്ല, സങ്കടങ്ങളില്ല, ദുഃഖങ്ങളില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ മാറണം. ഏത് വലിയ രോഗത്തിനെ പ്രതിരോധിക്കാനും അവിടെ നിന്ന് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞത് ബാർലിയുടെ കഷായമാണ്. അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു പോയത്, ആർക്കെങ്കിലും പനി വന്നാൽ നബി തങ്ങൾ ബാർലി ഇട്ട് വെള്ളം കുടിക്കാൻ പറയും, കഷായം കുടിക്കാൻ പറയും. അല്ലാഹു കേട്ടനുസരിച്ച് അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം തരട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. اللهم أنت ولينا في الدنيا والآخرة، توفنا مسلما والحقنا بالصالحين. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിനെ നീ കബൂലാക്കണേ അല്ലാ. ജീവിതത്തിന്റെ സങ്കടങ്ങളും കണ്ണീരുകളെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞോ, അവരുടെയൊക്കെ മനസ്സിന്റെ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അറിയുന്ന പടച്ചോനെ, അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട് പടച്ചോനെ. അല്ലാ, എല്ലാവരുടെ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ.
അല്ലാഹുവേ വെരിക്കോസ് പോലത്തെ രോഗമുള്ളവരുണ്ട് പടച്ചോനെ. അല്ലാഹു അതുപോലെ കണ്ണിന് കാഴ്ച കുറഞ്ഞവർ, കാതിന് കേൾവി കുറഞ്ഞവർ, ശരീരം വേദനിക്കുന്നവർ, അല്ലാഹുവേ ഗർഭാശയ ക്യാൻസർ വന്നവർ, അങ്ങനെ പലരുമുണ്ട്. അല്ലാഹുവേ പടച്ചോനെ ഞങ്ങളുടെ മജ്ലിസിൽ ഒരുപാട് കമന്റുകൾ ആളുകൾ ഇട്ടിട്ടുണ്ട്. അല്ലാഹുവേ അതിൽ ഗർഭാശയ ക്യാൻസർ വന്നവരുണ്ട്. നീ ശിഫ കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ് എന്റെ മകൾക്ക് അവിടുന്ന് വല്ലാത്തൊരു സങ്കടമുണ്ടായിരുന്നു. അല്ലാഹുവേ ഹാർട്ടിന് ഹോളുണ്ടായിരുന്നു. അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസിനോട് നേർച്ചയാക്കി ഞാൻ ചൊല്ലി ഈ ടെസ്റ്റിന് കൊണ്ടുപോയപ്പോ ഒരു കുഴപ്പവും ഇല്ല, ഗുളിക കഴിച്ചാൽ മാറുന്നതേ ഉള്ളൂ എന്ന് അറിയിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ ഖബൂലാക്കണം റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ഇതിനകത്ത് ഓരോരുത്തർ കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. എനിക്കൊരു പവറുമില്ലല്ലോ റബ്ബേ. ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഓരോരുത്തർ ഇരിക്കുമ്പോഴും മനസ്സുകൊണ്ട് നല്ല നീയത്ത് ചെയ്തിട്ടാണ് അവരിയ്ക്കുന്നത്. അവരെ നീ തട്ടിക്കളയല്ല അല്ലാഹ്. നീ ഖായിബാക്കല്ല അല്ലാഹ്. നീ സ്വീകരിക്കാതെ മടക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാഹുവേ. ആനന്ദം നിറച്ചു കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖൈറിന്റെ എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കുന്നത് തമ്പുരാനെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.